അതുകൊണ്ടാണ് ദൈവവചനം, അതിനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് തിരുസഭയെക്കുറിച്ചുള്ള അറിവ് നൽകും. ഹല്ലേലൂയ. സ്നേഹത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. മത്തായി 16:18-19 വാക്യം വായിക്കാം. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. കർത്താവ് പത്രോസിനോട് പറയുന്ന വചനമാണ്. ഈ വചനം നമുക്കറിയാം, ഇതിന്റെ ദൈവശാസ്ത്രമൊക്കെ പിന്നീട് നമുക്കൊരു അവസരത്തിൽ പഠിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ വചനം യേശു ക്രിസ്തു പറഞ്ഞ വചനമാണ്. പത്രോസിനെ നോക്കി പറയുകയാണ്, പത്രോസേ, നീ പാറയാണ്, ഈ പാറമേൽ ഞാൻ പത്രോസിന്റെ സഭ സ്ഥാപിക്കുമെന്നാണോ പറഞ്ഞേ? അല്ല, ഞാൻ എന്റെ സഭ സ്ഥാപിക്കും. സാക്ഷാൽ ദൈവപുത്രൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവൻ, അവൻ വ്യക്തമായി പറഞ്ഞു, പത്രോസേ, നീ പാറയാണ്, ഈ പാറമേൽ മനുഷ്യനാകുന്ന പത്രോസാകുന്ന ശ്ലൈഹിക അധികാരമുള്ള സ്ലീഹന്മാർക്കടുത്ത് ശുശ്രൂഷ ചെയ്യുന്ന ശിഷ്യന്മാരെ നോക്കി പറയുകയാണ്, ഈ പാറമേൽ മനുഷ്യനാകുന്ന പാറമേൽ ദൈവം മനുഷ്യനെ വിശ്വസിച്ചുകൊണ്ട് പറയാണ്, മനുഷ്യ, പത്രോസേ, ചഞ്ചല ചിത്തനാണ് നീ, ശമയോനാണ്, പക്ഷെ നിന്റെ പേര് ഞാൻ മാറ്റി, നീ ഇനി കേപ്പ, പാറ എന്നറിയപ്പെടും. ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും.